ഇന്റഗ്രേഷനകത്ത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെറിവേറ്റീവിനകത്ത് ക്വസ്റ്റ്യനിൽ സി വന്നാൽ അപ്പോൾ ആൻസർ മൈനസ് വരുമായിരുന്നു. പക്ഷെ ഇന്റഗ്രേഷനകത്ത് ആൻസറിൽ സി വന്നു കഴിഞ്ഞാൽ അപ്പം അവിടെ എന്ത് ചേർക്കാം? മൈനസ് ചേർക്കാം. അങ്ങനെയാണ് ഇന്റഗ്രൽ സൈൻ 2x dx എന്ന് പറഞ്ഞ് എന്ത് വരും? നമ്മൾ സാധാ പോലെ കോസ് 2x എഴുതിയാൽ മതി. കോസ് 2x വരും, പ്ലസ് സി വരും. ഇവിടെ ആൻസറിൽ എന്തുണ്ട്? സി ഉണ്ട്, അപ്പോൾ മൈനസ് ചേർത്തു. പിന്നെ എന്തുകൂടി വരും? എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ത് വന്നാലും അത് ഡിവൈഡഡ് ബൈ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 വരും. ഇന്റഗ്രൽ സൈൻ 3x dx വരും. 3x dx എന്ന് പറഞ്ഞാൽ എന്ത് വരും? സൈൻ്റെ ഇന്റഗ്രലിലെ കോസ് ആണ്, അപ്പോൾ മൈനസ് കോസ് 3x അങ്ങനെ തന്നെ വരും. പിന്നെ എന്തുകൂടി വരും? ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ 1/3 പ്ലസ് സിയോടെ വരും. അപ്പൊ ഏതൊരു ക്വസ്റ്റിനകത്തും സൈൻ്റെ ഇന്റഗ്രൽ കോസ് എഴുതാം. ആൻസറിൽ സി വന്നാൽ അപ്പോൾ അവിടെ മൈനസ് ചേർക്കുക. പിന്നെ എന്തുകൂടി വരും മക്കളെ? എക്സിന്റെ കോഎഫിഷ്യന്റ് ഡിനോമിനേറ്ററിൽ വരും. ഇന്റഗ്രൽ സൈൻ 5x + 1 dx ആന്ന് വെച്ചോ. 5x + 1 dx ദാറ്റ് ഈസ് കോസ് 5x + 1 dx ആണ്. പ്ലസ് സി അങ്ങനെ തന്നെ വരും. പിന്നെ അവിടെ എന്തുകൂടെ വരും? എക്സിന്റെ കോഎഫിഷ്യന്റ് 1/5 വരും. ഈ ആൻസറിൽ സി ഉള്ളത് കൊണ്ട് അവിടെ എന്ത് വരും? മൈനസ് വരും. ഇന്റഗ്രൽ സൈൻ 3x + 2 × dx ആണ്. സൈൻ്റെ ഇന്റഗ്രൽ എന്താ? കോസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 3x + 2 വരും, പ്ലസ് സി വരും. ദെൻ ആൻസറിൽ സി ഉള്ളത് കൊണ്ട് മൈനസ് വരും. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് അവിടെ 1/3 വരും. ഏതൊരു പ്രോബ്ലവും നമ്മൾ കണ്ടന്റുകൾ മനസ്സിലാക്കി പഠിച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ക്ലാസ്സോടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റഗ്രേഷൻ്റെ എല്ലാം ബേസിക് പ്രോബ്ലംസ് ഫ്രീ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികൾക്കും അത് കണ്ട് പഠിക്കാവുന്നതാണ്. ഇത് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക്